കൃത്യമായി പറഞ്ഞ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായി വീട്ടമ്മ ഞാനായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. മയക്കത്തിൽ ഞാൻ സിറിലിന്റെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആഷിക്ക് പിന്നെ ഒന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത കത്തറിയിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്തൊരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂരിൽ നഴ്സായി ജോലി ചെയ്യുന്ന ടെസാ കെ എബ്രഹാം എന്ന 22-കാരുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിക് കപൂറിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽ ഡൺ കോംറേഡ്. അവസരവാദി എൽപി തിയേറ്ററിൽ ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിക് മാനസിന്റെ ജൂനിയർ ആയിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കെട്ടെങ്കിലും ഒഴിവാക്കി കിട്ടിയ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷൻ ചിലപ്പോ ഈ പ്രായത്തിലേ തുടങ്ങും. തമാശക്കളാ, വാ പോയി നോക്കാം. വാങ്ങ എൽപി, എനിക്കേതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധം ഇല്ലെന്നേ. നമ്മൾ ഹൈറേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പോൾ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നു. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ ഒരു കുന്തമില്ല. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. അതേ ഇപ്പൊ എവിടെയുണ്ട്? ഹരിദ്വാരിലോ അതോ കാശിയിലോ? ഇപ്പൊ എന്ത് ലെക്ചർ അടിച്ചാലും ശരി, ഇവിടെ ആരോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ആ ഷീമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആര്യനോ? അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയല്ല. നീ വന്നാൽ എനിക്ക് രാവിലെ അമ്മച്ചെടുത്ത് പോകണം. എது சொன்னாலும் நம்பவே மாட்டேன்றீங்க. ഈ തമിഴ് പ്രവർത്തകർ എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തടവ ചൊന്ന 100 തടവ ചൊന്ന മാതിരി. പുരീതാ